അങ്ങനെ ഒന്നും കിട്ടിയില്ലേ വിചാരിച്ച പോലെ? ഞങ്ങൾ സെലിബ്രേഷൻ മൂഡിലാണ്. ഇനി അടുത്ത് മാന്താൻ പോവാണ് ഞങ്ങൾ. ആരും വന്നില്ലെങ്കിൽ എനിക്ക് ദേവനൊരു എക്സാം ഉണ്ടായിരുന്നു ഇല്ലേ ദേവാ? ആ എക്സാം പാസ്സായി. 34ാമത്തെ റാങ്ക് ഉണ്ട്. 400 എത്ര ഉണ്ട്? 438 എന്ത്? അതല്ലടാ, റാങ്ക് അല്ല, നമ്പർ. നിങ്ങളെ മൊത്തം എത്ര ഉണ്ട്? ഇവിടെ നോക്കിയാതെ റാങ്ക് ഹോൾഡർ ഒക്കെ ആയി ഇല്ലേ അച്ഛാ? അച്ഛൻ എന്താ വയ്യേ? സേഡായിരുന്നു. ഫോണെ അറിഞ്ഞിട്ടാ ഡാൻസ് കളിച്ച് ഇങ്ങനെ അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് കളിച്ച് കുറച്ചുകൂടെ താഴെ കൂടെ എത്തി. പിന്നെ ഇങ്ങനെ മാറ്റി സാരി ഊരിപ്പോയ നന്നായി, അതുകൊണ്ട് കളി വൃത്തിയായി. ഞാൻ ആ സാരി എടുത്ത് കളിച്ചിട്ടില്ല ആദ്യമായിട്ട്. അമ്മ എല്ലാരും റാങ്ക് എത്രയാന്ന് നോക്കുക, മോക്കെത്ര മാർക്കാണ് കൂടുതൽ. രാവിലെ വന്നായിരുന്നോ? അത് ഞാൻ കണ്ടല്ലേ, എനിക്കിപ്പോഴും മെസ്സേജ് വന്നേ ഫോണില്. ആ അപ്പോഴാണ് ഞാൻ നോക്കിയേ. ആ ചെലവ് വരുമ്പോ ചെയ്യാൻ ചെലവ്. കെട്ടിയനൊന്നും വാങ്ങിച്ചു തന്നല്ലോ പോണ്ട്. ഞാൻ തന്നെ എപ്പോഴാണ് പിന്നെ എങ്ങനെ വാങ്ങിക്കൊടുക്കാൻ സാധനം ഒന്ന് കേറിട്ടേ ഉള്ളൂ. അന്നപ്പോ ഒന്നും വേണ്ട വെക്ക്, എന്ത് വാങ്ങാനാണ്, ആള് ഹാപ്പിയാണ്, നല്ല വേണ്ടേ. അച്ഛാ എന്ത് തോന്നുന്നു? സന്തോഷായി. കോഴിക്കോട് തന്നെ കിട്ടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയേ ഉള്ളൂ. അതുള്ളൂ. പ്രാർത്ഥനയോ? അമ്മ അമ്മേന്റെ വാക്കാ, അമ്മേന്റെ വാക്കാ പ്രാർത്ഥന. പ്രാർത്ഥനയോ? കിട്ടിയില്ലേ? കോഴിക്കോട് തന്നെ കിട്ടണല്ലേ? ഇല്ലെന്ന് പോണേ പൊളി. കോഴിക്കോട് കിട്ടാൻ വേണ്ടി പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ്. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ നന്നായി ചെലവാക്കിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയ പൈസ മൊത്തം ഞാൻ ചെലവാക്കിയിരിക്കുന്നു. ഫുൾ ചെലവ് എൻ്റെ വകയായിരുന്നു. അത് മാത്രല്ല, ദേവുവിന്റെ വ്ളോഗിൽ എന്താ ദേവിനൊന്നും പറയാല്ലാത്തത്? ഈ സൈലന്റ് ആന്നൊക്കെ പറയുന്നുണ്ട് വ്ളോഗ് ഞാനാ എടുക്കുന്നത്. ഇന്നിപ്പോ അത് കിട്ടിയതിന്റെ ഹാപ്പിനെസ്സിൽ എന്തൊക്കെയോ ട്രീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് മുളക, അതിനെന്താ പറയാനുള്ളത്? മന്തി കഴിക്കാൻ പോയി. അല്ല, മന്തി കഴിച്ചു, പിന്നെ ഡ്രസ്സ് വാങ്ങിച്ചു. അതന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത് മതിയല്ലോ. എല്ലാരും കൂടെ പോയി ഫുഡ് കഴിച്ചു. നല്ല മന്തി കഴിച്ചു. റമദ നമ്മൾ കഴിച്ചേ, റമദ കുഴിമന്തി. നല്ല അടിപൊളി മന്തിയായിരുന്നു. എല്ലാരും മസ്റ്റ് കഴിച്ചാട്ടോ. അല്ല, റമദത്തെ മന്തി അടിപൊളിയാണ്. മന്തി അടിപൊളിയാണ്. റൈസ് മാത്രം മതി, എന്താ ടേസ്റ്റ്. അല്ല, അതിന്റെ മസാലയും അതിന്റെ ആ ചിക്കനും ഒക്കെ ടേസ്റ്റ് തന്നെ. പക്ഷെ എനിക്ക് ആ റൈസ് മാത്രം കിട്ടിയാലോ. സാലഡ് നല്ല ടേസ്റ്റ് ഉണ്ട്. പൈനാപ്പിളൊക്കെ ഇട്ടിട്ടുള്ള സാലഡ്, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. റൈസ് സൂപ്പർ ആയിരുന്നു. ഫുഡല്ല വിഷയോ. അല്ല, അത് എന്താ ഇപ്പൊ MSc നഴ്സിംഗിന്റെ എൻട്രൻസ് എഴുതിയപ്പോ അതില് കിട്ടി. അപ്പൊ അതിന്റെ ഒരു ട്രീറ്റ് ആയിരുന്നു. ട്രീറ്റ് നന്നിട്ട് നിന്നു. ഞാൻ പറഞ്ഞു നിൽക്കുന്നു. രണ്ടുപേരും കൂടാണ് തന്നത്. പിന്നെ നന്ദുട്ടിനെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഓക്ക് കിട്ടുന്നുള്ള എനിക്ക് ഓൾറെഡി അറിയാം. എല്ലാവർക്കും അറിയുന്നു. ചേച്ചി പഠിക്കുന്നു. നന്നായി പഠിക്കാൻ കഴിവുള്ള കുട്ടിയാണ്. പഠിക്കാനോ അറിയുള്ളൂ. അതെ, പഠിക്കാൻ മാത്രമേ അറിയുള്ളൂ. പഠിക്കുന്നവര് പഠിക്കുക, കളിക്കുന്നവര് കളിക്കുക, വെറുതെ ഇരിക്കുന്നവര് വെറുതെ ഇരിക്കുക. ജീവിതത്തിൽ ഇത് കണ്ടെന്ന് ഞങ്ങൾക്ക് പ്രോത്സാഹനം തരിക. എന്നിട്ട് നിങ്ങളും ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ എത്തുക. എന്നെ പോലെ ആയില്ലെങ്കിലും നിങ്ങളെപ്പോലെ എവിടെയെങ്കിലും എത്തുക. ആർക്കും ചെയ്യാൻ പറ്റുന്ന യൂട്യൂബ് നിങ്ങളും ചെയ്യുക. കുറച്ച് മോട്ടിവേഷൻ ആണ്.
ഒന്ന് സ്കിപ്പ് ചെയ്താ 10 സെക്കൻഡ് സ്കിപ്പ് ചെയ്താൽ നല്ലതാണ്. നിങ്ങൾ ഈ മോട്ടിവേഷൻ കേൾക്കണം, പിന്നെ നിങ്ങൾക്ക് ഈ മോട്ടിവേഷൻ കേൾക്കാൻ തോന്നില്ല. ഇന്നലെ എല്ലാം കേൾക്കുന്നേ. അയ്യോ ഇവിടെ തട്ടുവോ? ഇന്നലെ എന്റെ ഫ്രണ്ട് അറിയാതൊന്ന് വിളിച്ചു പോയി, എടുത്ത എന്റെ ഏട്ടനായിരുന്നു. 10 മിനിറ്റോളം മോട്ടിവേറ്റ് ചെയ്യുന്നു എങ്ങനെ ദേവികനെ. അവസാനം ആ കുട്ടിക്ക് തന്നെ തോന്നിപ്പോയി ഞാൻ എന്തിനാണ് ഫോണിൽ വിളിച്ചത് എന്ന്. ആ സമയം വേറെ എന്തിനും ചെയ്തുകൂടെ എന്ന് തോന്നിയിട്ടുണ്ടാവും. എന്തൊക്കെയായാലും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഹാപ്പിയാണ് എല്ലാവരും ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളെ ലൈഫിൽ ഇടയ്ക്ക് ഓരോ ചെറിയ മൊമെൻറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നാളെ കാറിൽ അമ്മച്ചനെ കൊണ്ടാക്കാൻ പോകുന്നതിൻ്റെ സമയത്തല്ലേ, അപ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ല അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ കുറേ ആൾക്കാർക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വന്നപ്പോൾ. അപ്പോൾ അമ്മയ്ക്ക് കേട്ടില്ലേ. അപ്പോൾ ദേവുട്ടി ഇറങ്ങും കാർ ഇറക്കാൻ. ഈശ്വരാ, ഓളെ ഇറക്കിയല്ലോ. ഓളെ ദേവാ നിന്നെ ഇറക്കിയല്ലേ നിനക്ക്? അല്ല ഇല്ല, വീടിന്റെ ഗേറ്റ് തുറക്കല്ലേ. എന്റെ അടുപ്പിച്ച അച്ഛടുത്ത് ഞാൻ ഇവിടെ ഇറങ്ങണ മതിലൊക്കെ പൊളിച്ചു, കാറിന് പണിയായി, കാണിച്ചെടുത്തില്ല. പിന്നെ പെയിന്റ് അടിക്കേണ്ടി വരും. ഇതാണ് മതില്. ഞാൻ ഇവിടെ ഇറങ്ങണോ? ഞാൻ ഇറങ്ങാം. ദേവു വീട്ടമ്മയാ, വീട്ടുകാരി. ഇത്രയും കാലം ഞാനായിരുന്നു ഇവിടുത്തെ വാച്ച്മാൻ. ഇപ്പൊ ഞാൻ പദവി ഒന്ന് മാറ്റിക്കൊടുത്തു. വാച്ച്മാനോ? ഞാൻ ഉദ്ദേശിച്ച ഗേറ്റ് തുറക്കുന്ന വാച്ച്മാൻ. അമ്മ സൈഡിലിരിക്കാറില്ല, അച്ഛൻ കാർ ഓട്ടാനിരിക്കും. പിന്നെ എങ്ങനെയാ അച്ഛനിലേക്ക് അച്ഛൻ ഇറങ്ങിയത്? വീടെത്തിയിരിക്കുന്നു. അപ്പൊ ഇനി പോയിട്ട് അടുത്ത ആഴ്ചത്തേക്ക് ഞങ്ങൾ എന്തോ കഴിക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ്. എന്നാൽ ഓണത്തിന് ഞങ്ങൾ അടിപൊളി പൂക്കളിടാൻ വിചാരിക്കുന്നുണ്ട്. അതിന് വേണ്ടി പൂവായിട്ട് സ്പോൺസർ ചെയ്യുന്നുണ്ട്. കുറെ കൊല്ലങ്ങളായിട്ട് സ്പോൺസർ ആയിട്ട് ഞാൻ മാറുന്നുണ്ട്. അച്ഛൻ മെൻഷൻ ആയതിനു ശേഷം ഞാൻ സ്പോൺസർ ആയോ എന്നൊരു സംശയം. ഞാനിപ്പോ പോക്കറ്റ് ഇല്ലാത്ത ഷർട്ടാണല്ലേ. ഞാൻ ഫോൺ എടുത്തില്ല, ഞാൻ ഷർട്ടിന് കീശല്ലാത്തോണ്ട് ഫോൺ എടുത്തില്ല. അതൊക്കെ എക്സ്ക്യൂസുകള്. പക്ഷെ അതൊന്നല്ല, പോക്കറ്റ് കാലിയാത്താന്ന്. ഇപ്പൊ എനിക്ക് എന്റെ ഫാമിലിന്റെ കാര്യം നോക്കാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ഉറപ്പിക്കലാണ്. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് ബില്ലിനെ കുറിച്ചൊക്കെ പറയുന്നതൊക്കെ ഗൈസ്. കറണ്ട് ബില്ലിട്ട് ഞാൻ ഇന്നേ വരെ എന്റെ ലൈഫിൽ അച്ഛൻ ഫാൻ ഓഫ് ആക്കാൻ പറയുന്നത് ഞാൻ കറണ്ട് ബില്ല് അടയ്ക്കുന്ന ഓഫ് ആക്കോ. അല്ല, അച്ഛനും ഓഫ് ആക്കണ്ട, മറന്നു പോയി കഴിഞ്ഞാൽ അതന്നെ എന്തിനാ അങ്ങനെ പറയാൻ. അല്ല, അച്ഛന് ടെൻഷൻ ആവണ്ട വെച്ചിട്ട് കറണ്ട് ബില്ല് എന്തിനാ? അത് ഒരു കറണ്ട് ബില്ലിന്റെ മുകളിൽ ആർഗ്യുമെന്റ്സിന്റെ ആവശ്യം സാധനങ്ങളൊക്കെ ആ ഇവിടെ 100-500 രൂപയ്ക്ക് ജീവിക്കാണോ എപ്പോഴാ എൻ്റെ ഒരു. പക്ഷെ കറണ്ട് ബില്ല് നമ്മൾ കറണ്ട് എപ്പോഴും സൂക്ഷിച്ച് ചെലവാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതുണ്ടല്ലേ ഇവിടെ 2 ഗേറ്റ് ലൈറ്റ് ഉണ്ട് കേട്ടോ. ഗേറ്റ് 2 ആണല്ലോ ഒരു ദിവസം. ഒറ്റ ഗേറ്റ് മാത്രമായിട്ടുള്ള ഇല്ല, ഒരു ദിവസം അവിചാരിതായിട്ട് ഒരു ലൈറ്റ് കത്താതായി. ആ പച്ച പറയണേ വൈദ്യുതി നിശ്ചിച്ചതും പാല്. എന്താന്ന് വെച്ചാ ഇത് അച്ഛൻ നിശ്ചിച്ചതും പാല് രോഗി കൽപ്പിച്ചതും പാല്. അതായത് ഒരു ബൾബ് അടിച്ചു പോയ സുഖമാണല്ലോ, അത്രയും കറണ്ട് ബില്ല് കുറയല്ലോ അച്ഛൻ ഉദ്ദേശിച്ചു. അങ്ങനെ ഞാൻ ഉദ്ദേശിക്കോ? ഇല്ല, അച്ഛൻ കത്തി നിന്നിട്ട് അച്ഛനെ നോക്കി ചിരിച്ച്. അപ്പൊക്ക് മനസ്സിലായി അച്ഛനെന്താ ഉദ്ദേശിച്ചത്. അങ്ങനെ ദേവുട്ടി അകത്തേക്ക് ഓടിക്കറി. ഓക്കുന്ന വയ്യേനി ഇന്ന് വ്ളോഗ് ഒന്ന് എടുക്കാൻ. അപ്പോൾ ഓളെ പേജിലേക്ക് ഓക്കെ. ഹോസ്പിറ്റലിൽ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ ഡാൻസ് ഉണ്ടായിരുന്നു, പിന്നെ കുറേ കലാപരിപാടികൾ ഉണ്ടായിരുന്നു, വടംവലി ഉണ്ടായിരുന്നു. എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ ഒന്ന് ക്ഷീണിച്ചു പോയി ഗൈസ്. രാവിലെ ഫുഡൊന്നും കഴിക്കാതെ പോയേ. ഫുഡ് ഞാൻ വാരി കൊടുത്ത് കഴിക്കുന്നില്ല. അതിന് ഞാൻ പോകാനുള്ള ധൃതിക്ക് എല്ലാം റെഡിയായി ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് വായി വെച്ച് തന്നപ്പോൾ അതിങ്ങനെ കഴിക്കാൻ പറ്റിയില്ല. അതാണ് സിറ്റുവേഷൻ കൊണ്ടാ, വേറെ ഒന്നുമില്ല. പിന്നെ ഇന്ന് രാവിലെ ദേവിന് സമയമില്ലാതാവാനുള്ള ഒരു കാരണം, ഒരു 15 മിനിറ്റിൻ്റെ അടുത്ത് വെറുതെ വർത്താനം പറഞ്ഞു ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഞാൻ അപ്പോഴേ പറയണത് പോയിക്കോ, സമയം ഉണ്ടാവില്ല എന്ന്. അല്ലേ ദേവു? അതെന്തോ എനിക്ക് അമ്മയോട് സംസാരിക്കാന്നുകൊണ്ട് ഞാൻ സംസാരിച്ച്. അപ്പോൾ സമയം പോയി. അപ്പോൾ ഓക്കെ, ബൈ.